ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് എത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രം വെള്ളായണിയിലുള്ള നമ്മുടെ വെള്ളായണി കായലിലാണ്. അപ്പോൾ ഇവിടെ നിറച്ച് നമ്മുടെ താമരയാണ്. അപ്പം നമ്മളിപ്പം വീഡിയോ എടുത്തേക്കുന്നൊരു ടൈമെന്ന് വെച്ചാൽ ഒരു രാവിലെ ഒരു 7 മണി കഴിഞ്ഞിട്ടുള്ളൂ, 7-7:30 ടൈമിലാണ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ബോട്ടിലൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പം നമ്മളിത് ബോട്ടിലല്ല, വഞ്ചിയിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് താമരയുണ്ട്. ഇവിടെ നിറച്ചും താമരയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരുപാട് താമരയും പറിച്ചു. ഇഷ്ടം പോലെ താമരയുണ്ട്. അപ്പം ഇത് നമ്മുടെ നാടൻ താമരയാണ് വന്നിട്ട്. നമ്മുടെ ഹൈബ്രിഡ് താമര അങ്ങനത്തെ ഒന്നുമല്ല, നമ്മുടെ സാധാ നാടൻ താമര. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മൾ വഞ്ചിയിൽ കൊണ്ടുപോയത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേട്ടനും മുട്ട് പറിക്കുന്നുണ്ടായിരുന്നു കടയിലൊക്കെ കൊടുക്കാൻ വേണ്ടി. അപ്പം നിറച്ചും താമരയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇത് പിന്നെ ഇതിൻ്റെ നമ്മുടെ നാടൻ വെറൈറ്റി, പിന്നെ ഇതിനെ വേറൊരു ഇതായിട്ട് സിമിലർ ആയിട്ടുള്ളതിന് നമ്മൾ ആൽബ പ്ലീന എന്ന് പറഞ്ഞൊരു വെറൈറ്റി, അങ്ങനെ ഒരു പേരുണ്ട് ഇതിന്. നമ്മുടെ നാടൻ സിംഗിൾ പെറ്റലല്ലേ, ഒറ്റ ഇതിലുള്ള അല്ലാതെ കുറച്ചും കൂടെ അടുക്ക് വരുന്നതിന് നമ്മൾ ആൽബ പ്ലീന എന്ന് പറയുന്നൊരു വെറൈറ്റി പേരും ഉണ്ട് അതിന്. പിന്നെ ഇവിടെ നിറച്ചും താമര, ഇത് ഇഷ്ടം പോലെ താമര, അങ്ങോട്ട് ഒരുപാട് ആ ഏരിയ ഫുള്ള് താമരയാണ്. നമ്മൾ ഒരുപാട് താമര പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ താമര നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അമ്പലത്തിലൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ, നമ്മൾ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ എളുപ്പമാണ്. അപ്പം ഇത് ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ വെള്ളായണി കായൽ, മിക്കവർക്കും അറിയായിരിക്കും വെള്ളായണി കായൽ. അപ്പോൾ കറക്റ്റ് വെള്ളായണി കായൽ നമ്മൾ പുഞ്ചക്കിരി ഉള്ള വെള്ളായണി കായലാണ്. അപ്പോൾ അങ്ങോട്ട് പോയാൽ നമുക്ക് ഈ നിറച്ച് ഈ നമ്മുടെ താമരപ്പാടത്തേക്ക് പോകാൻ പറ്റും. ഇഷ്ടം പോലെ താമരയുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഒരുപാട് വീഡിയോ എടുത്ത് പുറത്ത് വന്നിട്ടും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ ഏരിയ ഫുള്ള് നമ്മുടെ ഈ താമരയായിരുന്നു. ഒരു പിങ്ക് കളർ ലൈറ്റായിട്ട് കാണുന്ന ഫുള്ള് താമര. അപ്പോൾ നമുക്ക് ആ ഏരിയയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പുറത്തെ ഒരു ഏരിയയിലോട്ടാണ് നിന്നത് തന്നെ. ആ ഏരിയയിലോട്ടൊക്കെ അങ്ങനെ അവർ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിപ്പം വഞ്ചിയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കണം, എന്നാൽ മാത്രമേ നമ്മളെ വഞ്ചിയിൽ കൊണ്ടുപോകത്തുള്ളൂ. എന്നാലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമ്മൾ വഞ്ചിയിലൊക്കെ പോയി ഒരുപാട് മുട്ട് പറിച്ചതും, മുട്ടും നമ്മുടെ താമരയുടെ അല്ലാത്ത പൂക്കൾ പറിച്ചതും. പിന്നെ നമുക്കിവിടെ പൂ പറിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം എനിക്കിതെല്ലാം കൂടെ കിട്ടുമ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമാണ്. നമുക്കിപ്പം നമ്മൾ അതിൻ്റെ അടുത്തൂടെയൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു 2 മാസം മുമ്പ് വന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ നിറച്ചും എന്താ പറയുക വിത്തൊക്കെ ആയിട്ടുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഈ സൈഡിൽ വിത്തൊന്നും ആയിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലും കാണിക്കാൻ പറ്റില്ല. എന്നാലും മാക്സിമം നമ്മുടെ പൂവ് കണ്ടോ, കുറച്ചധികം അടുക്കുള്ളതാണ്. ഇത് വിരിഞ്ഞ് കുറച്ച് ദിവസമായ ഒരു പൂവാണ്. നമുക്കാണെങ്കിൽ ഇങ്ങനെ നോക്കാം, നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ നിറച്ചും ഈ ഒരു പിങ്ക് കളർ വന്നിട്ട് ഫുള്ള് നമ്മുടെ ഈ താമര തന്നെയാണ് മൊത്തം. പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മുടെ വഞ്ചിയിൽ ചേട്ടന്മാർ വന്നിട്ട് താമരയുടെ മൊട്ട് പറിക്കും. ഇപ്പം അമ്പലത്തിൽ പൂക്കടയിലൊക്കെ കൊടുക്കും. മെയിനായിട്ട് പൂക്കടയിലാണ് മൊട്ട് പറിക്കും. പിന്നെ ഇലയൊക്കെ ഇല്ല, താമരയുടെ ഇല, അതും ഒരുപാട് പറിക്കുന്നുണ്ട്. അപ്പം ഇത് ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഇവർ പിന്നെ പുറത്തുനിന്നുള്ളവരങ്ങനെ കൊണ്ടുപോകുന്നത് ഭയങ്കര ഏറെ. ഇപ്പോൾ ഈ നമ്മുടെ ഈ ചേട്ടൻ കൊണ്ടുപോയത് തന്നെ നമ്മൾ കുറേ ചോദിച്ചിട്ടും പിന്നെ അവരും കുറച്ച് എമൗണ്ട് കൂടുതൽ ചോദിച്ചു. അവസാനം നമ്മൾ പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കയറിയത്. അപ്പോൾ ഇവർ മെയിനായിട്ട് ഈ വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ ഉള്ളവരല്ലേ, നമ്മുടെ കല്യാണ ഷൂട്ടിങ് അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഇവർ മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. അത് ഒരുപാട് ദൂരമൊന്നും കൊണ്ടുപോകത്തില്ല, തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചങ്ങ് വരും. അതിന് നല്ലൊരു എമൗണ്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ ഒരുവിധം പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയത്. നാളെ എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച, നല്ല ഭംഗിയാണ്. രാവിലെ പോയാൽ മാത്രമേ നമുക്ക് ഇതൊന്ന് ആസ്വദിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നല്ല വെയിലും വന്ന് നമുക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമുക്ക് പോകാനാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല വെയിലായിരിക്കും. അപ്പോൾ ഒരു രാവിലെ സമയത്തൊക്കെ പോകുമ്പം നമുക്ക് വെയിലൊക്കെ എത്തിക്കുറഞ്ഞും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാനും പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതുപോലെ നല്ല കാഴ്ചകൾ കാണാനും പറ്റും.